നമസ്കാരം. ഗ്രാമീണ പബ്ലിക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ 3 മനോഹരമായ പുസ്തകങ്ങൾ ഇന്നീ വേദിയിൽ പ്രകാശനം ചെയ്യുകയാണ്. അതിലേക്കായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അവറുകൾ നമ്മോടൊപ്പം വേദിയിലുണ്ട്. അടുത്തതായി വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കേരള നിയമസഭാ സെക്രട്ടറി സി AM ബഷീർ അവറുകൾ വേദിയിൽ നമ്മോടൊപ്പം ഒത്തുചേരുന്നു. പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന ശ്രീ സലാം ബാബു അവറുകളെയും ഗ്രാമീണ പബ്ലിക്കേഷന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വളരെ മനോഹരമായ 3 പുസ്തകങ്ങൾ നമുക്കായി നൽകിയ ശ്രീമതി ഷിലു ജോസഫ്, ശ്രീ മണികണ്ഠൻ അണക്കത്തിൽ, ശ്രീ ജയ ജോസ് രാജ് എന്നിവരെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമയക്കുറവുള്ളതിനാൽ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ശ്രീമതി ഷിലു ജോസഫിൻ്റെ പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന കൃതി പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അവറുകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം പുസ്തകം സ്വീകരിക്കുന്നതിനായി സലാം ബാബു സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ഷിലു ജോസഫിൻ്റെ പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന കൃതി ചെറുകഥാ സമാഹാരം നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പ്രകാശനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. പോത്താനിക്കടവ് എന്നത് ഷിലുവിൻ്റെ ഒരു പരിചിത ഗ്രാമമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിലു ഇന്ന് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. ഷിലുവിൻ്റെ അനുഭവ പരിസരങ്ങൾ വളരെ വിസ്തൃതമായി തീരുമ്പോഴും ഗ്രാമീണ ജീവിതത്തിലെ അതിസാധാരണക്കാരായ സ്ത്രീകളുടെ അനുഭവ പരിസരത്തു നിന്നുകൊണ്ട് ആത്മാർത്ഥമായ എഴുത്തിനുള്ള പരിശ്രമമാണ് ഷിലു നടത്തിയത് എന്ന് ഞാൻ കരുതുകയാണ്. ഈ കഥാസമാഹാരത്തിലെ ആദ്യ കഥയിൽ ആൻമേരി എന്ന് പറയുന്നൊരു വീട്ടമ്മ ഗാർഹികമായ ഉത്തരവാദിത്തങ്ങളുടെ തിരക്കിനിടയിൽ നിന്നുകൊണ്ട് ഒരു ചെറുകഥ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നതും അത് പരാജയപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആ കഥയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. വെർജിനിയ വൂൾഫിനെ പോലെ നമ്മുടെ സാഹിത്യ ലോകത്ത്, ലോക സാഹിത്യ രംഗത്ത് ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള എഴുത്തുകാരികൾ തന്നെ സ്ത്രീകളുടെ എഴുതാനുള്ള പരിമിതികളെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. വെർജിനിയ വൂൾഫിൻ്റെ റൂം ഓഫ് വൺ സോൺ, സ്ത്രീകൾക്ക് ഭൗതിക സാഹചര്യങ്ങളോ തൻ്റേതായ ഇടങ്ങളോ ഇല്ലാത്തതുകൊണ്ട് എഴുത്തിൻ്റെ ആ പ്രക്രിയയിലേക്ക് പോകുന്നതിന് അവർക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ സ്ത്രീകളുടെ ധിഷണാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും സർഗാത്മകമായ ആവിഷ്കാരങ്ങളെയും ഒക്കെ എങ്ങനെ ചുരുക്കിക്കളയുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് റൂം ഓഫ് വൺ സോൺ എന്ന കൃതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ ഈ കഥയിലും നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. ഒരുപാട് കുടുംബപരമായിട്ടുള്ള ചുമതലകളുടെ പരിമിത വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് എത്ര ആഗ്രഹിച്ചിട്ടും സ്വയം അനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ, ഒരു കഥ എഴുതാനായിട്ട് അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ടും അത് സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഈ ദുരിത വലയത്തിനുള്ളിൽ, വീടിൻ്റെ അകത്തളങ്ങളുടെ വിഷമവൃത്തത്തിനുള്ളിൽ വലഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് നമ്മൾ ആദ്യ കഥയിൽ കാണുന്നതെങ്കിൽ അവസാന കഥയിൽ കഥാരചനയിലൂടെ തൻ്റെ പരിമിത വൃത്തത്തെ മറികടക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി സാഹിത്യ പ്രവർത്തനം നടത്തുന്ന ഒരു ഉജ്ജ്വല സ്ത്രീ സാന്നിധ്യത്തിലാണ് ഈ ചെറുകഥാ സമാഹാരം അവസാനിക്കുന്നത്. അത് ഒരു ഭംഗിയുള്ള തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു. ആദ്യം
എഴുത്തിൽ പരാജിതയായ ഒരു സ്ത്രീയിൽ നിന്ന് ആരംഭിച്ച് എഴുത്തിനെ അതിജീവനത്തിൻ്റെ ഏറ്റവും മനോഹരമായ തന്ത്രമാക്കി മാറ്റിക്കൊണ്ട് അവനവന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എഴുത്ത് എന്നുള്ള സബര്യ, ആ ഒരു വിമോചകമായിട്ടുള്ള കർമ്മം ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു സ്ത്രീയെ വരച്ചു വെച്ചുകൊണ്ടാണ് വളരെ പോസിറ്റീവായ നിലയിൽ ഈ കഥാസമാഹാരം അവസാനിക്കുന്നത്. ഷിലുവിന് ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ. തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എഴുത്തിൻ്റെ വിമോചകമായ സാധ്യതകളെ വീണ്ടെടുക്കാൻ കഴിയട്ടെ. ഈ കഥാസമാഹാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളരെ ഋജുവും സരളവുമായിട്ടുള്ള ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ആർക്കും വായിക്കാവുന്ന വിധത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിലുവിൻ്റെ അനുഭവ ലോകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിസ്തൃതമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി മനുഷ്യജീവിതങ്ങളിലൂടെ കടന്നു പോകാനും ആ അനുഭവ പരിസരങ്ങളിൽ നിന്നൊക്കെ എഴുതാനുള്ള വിഭവങ്ങൾ സമാഹരിക്കാനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക എഴുത്തുമായിട്ട് മുന്നോട്ട് പോകാനും അത് വിമോചകമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാനുമൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി എഴുത്തുകാരി കൂടിയായ ഷിലു മത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ബിന്ദു, നിയമസഭാ സെക്രട്ടറി ബഷീർ സാർ, പ്രശസ്ത സംവിധായകൻ സലാം ബാപ്പു സാർ, സദസ്സിലെ ശ്രേഷ്ഠരെ, അക്ഷരപ്രേമികളെ, കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി ഞാൻ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വിദേശ മലയാളിയാണ്. എങ്കിലും ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പച്ച മലയാളിയും കൂടിയാണ്. പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന ഈ പുസ്തകം എൻ്റെ ആദ്യ സംരംഭമായ 9 ചെറുകഥകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ്. എൻ്റെ തന്നെ ജീവിതയാത്രയിലെ ചില അനുഭവങ്ങളും ചുറ്റുപാടും കണ്ട കാഴ്ചകളും പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടന്നതുമായ ചില കാര്യങ്ങളും കുറേ ഭാവനയും കൂടി കലർത്തിയ ചെറുകഥകളാണ്. അക്ഷരസ്നേഹികളെല്ലാം അത് സദയം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പ്രത്യേകമായി പറയാൻ തോന്നിയ ഒരു കാര്യം, ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സാമൂഹിക നീതി നിഷേധിക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു വീട്ടമ്മയോ ഒരു ഉദ്യോഗസ്ഥയോ തൊഴിലുള്ളയാളോ തൊഴിലില്ലാത്തയാളോ ആയിക്കോട്ടെ, ആര് തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളെ ജീവിതത്തിൻ്റെ പല അവസരങ്ങളിൽ സാമൂഹിക നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടിയിട്ടുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇതിൻ്റെ എല്ലാ ഉത്തരവാദി പുരുഷന്മാരാണെന്നല്ല, അങ്ങനെ ഞാൻ അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ത്രീകളും അതിന് കാരണക്കാരായിട്ടുണ്ട്. ഈ എൻ്റെ പുസ്തകങ്ങളിൽ ഈ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ ബിന്ദു ഇതിൻ്റെ പ്രകാശനത്തിന് തികച്ചും അനുയോജ്യയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടി വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പറഞ്ഞെങ്കിലും എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം നിയമസഭാ സെക്രട്ടറി ബഷീർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ വളരെയധികം യാത്ര ചെയ്ത് 3 ട്രെയിൻ കയറി ഇവിടെ വന്ന പ്രശസ്ത സംവിധായകൻ സലാം ബാപ്പു സാറിന് ഈ പുസ്തകം സ്വീകരിച്ചതിന് എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഞാൻ വളരെ ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഇവിടെ വന്ന് ഇത്തരം മനോഹരമായ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സാർ സംഘടിപ്പിച്ച ഈ ഒരു അവസരത്തിൽ തന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഷംസീർ സാറിന് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ. അതോടൊപ്പം എൻ്റെ ഈ ചെറിയ പുസ്തകം അതിൻ്റെ അവതാരക എഴുതാൻ വേണ്ടി സഹായിച്ച എല്ലാവരുടെയും പ്രിയങ്കരനായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ സാറിനെയും ഞാൻ ഓർമ്മിക്കുന്നു. കൂടാതെ ഈ പുസ്തക രൂപത്തിൽ ഇറക്കിയ ഗ്രാമീൺ പബ്ലിക്കേഷനെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ പ്രിയ വായനക്കാരോട് ഞാൻ പിന്നെയും പറയാനുള്ളത്, മലയാളിയായ അമേരിക്കയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ ഇതിലെ കഥകളിൽ മിക്കവാറും എൻ്റെ ചെറുപ്പകാലങ്ങളിലും പിന്നെ മറ്റനുഭവങ്ങളിലും ജീവിതത്തിലുണ്ടായതാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് കാറ്റടിച്ചാൽ കറണ്ട് പോകുമായിരുന്നു. ഒരു 3 കിലോമീറ്റർ നടക്കണമായിരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാണെങ്കിലും നടക്കണമായിരുന്നു നമ്മുടെ സ്കൂളിലേക്ക് എത്തണമെങ്കിൽ. നാട്ടുവിശേഷങ്ങളും നാട്ടുകാരും കൂട്ടുകാരും അങ്ങനെയുള്ള പുഴകളും പുഴക്കടവും ഒക്കെയാണ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അതാണ് ഈ പുസ്തകത്തിലൂടെ നിങ്ങളെല്ലാവരും ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സദയം നിങ്ങൾ സ്വീകരിക്കുമെന്നും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി മലയാള സാഹിത്യ സിനിമാ ലോകത്തിൽ ദേശീയ പുരസ്കാരം ലഭിച്ച ശ്രീ ജയ ജോസ് രാജ് അവരുടെ പുസ്തകമായ മമ്മി അറ്റ് 17 പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിനായി കേരള നിയമസഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ AM ബഷീർ അവരുകളെ ക്ഷണിക്കുന്നു. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സലാം ബാബു സാറിനെയും സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. സംസാരിക്കുന്നതിനായി ബഷീർ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പുസ്തകം ഇപ്പോഴാണ് കാണുന്നത്, മമ്മി അറ്റ് 70. അത് എഴുതിയത് ജയ ജോസ് രാജ്. അദ്ദേഹം വളരെ കാലം മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്താണ്. കാരണം എൻ്റെ സഹപ്രവർത്തകയുടെ ഭർത്താവാണ്. ഒരുപാട് നാഷണൽ ലെവലിൽ അദ്ദേഹം ഒരുപാട് അവാർഡുകൾ സിനിമാ രംഗത്ത് വാരിക്കൂട്ടിയിട്ടുള്ള ആളാണ്. അപ്പോഴൊക്കെ ഞാൻ വിളിച്ച് അഭിനന്ദിക്കുകയും ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ കുറിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. നമ്മൾ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി, അതിലെ കവറ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ കവറിൽ ഒരു വളരെ നല്ല ഗ്രാമീണ പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. ഒരു കുളക്കടവ്, അതിലൂടെ നിശ്ചലമായി ഒഴുകുന്ന പുഴ, 2 സ്ത്രീകൾ തുണി അലക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഒരാൾ അലക്കുന്നു, മറ്റൊരു സ്ത്രീ ദൂരെ നിന്നും വന്ന് ഒരു പാത്രത്തിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി വരുന്നു. അങ്ങ് ദൂരെ മലനിരകളുണ്ട്, അതിന് താഴെ താഴ്വരകളുണ്ട്, അതിനും താഴെ ചെറിയ പച്ചപ്പൊക്കെ പിടിച്ച പാടങ്ങളും വേലികളും കരിങ്കല്ലും പടവുകളും കല്ലൊതുക്കുകളും നിഴലുകളും ഒരുപാട് അതെല്ലാം ഒരു ഫ്രെയിമിലാക്കി അത് ഉണക്കാനിട്ട ഒരു സംഗതിയായി അതിനെ കാണി. നല്ല രസകരമായ ഒരു ചിത്രം. പേജ് നമ്പർ 29 ഒരു വരിയോടുകൂടി ഞാൻ നിർത്താം. ചുമരിലെ കെട്ടികാരം, സമയം കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. മമ്മി അറ്റ് 17 പുസ്തക എഴുത്തുകാരനായ ശ്രീ ജയ ജോസ് രാജിനെ പുസ്തക പരിചയത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നിയമസഭാ സെക്രട്ടറിയും ജില്ലാ ജഡ്ജുമായ ശ്രീ AM ബഷീർ സാറ്, പ്രശസ്ത ചലച്ചിത്രകാരനായ സലാം ബാബു സാറ്, സഹ എഴുത്തുകാരിയായ ഷീല ജോസഫ് മാഡം, പ്രിയപ്പെട്ട വായനക്കാർ, ആസ്വാദകർ, ഇത് ഒരു നാടക പുസ്തകമാണ്. ഈ നാടക പുസ്തകം ഒരു 2 നാടകങ്ങൾ ചേർന്ന ഒരു നാടക പുസ്തകമാണ്.
ഇത് ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യാനും അത് തികച്ചും അർഹിക്കുന്ന ആളിനെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട്. എം ബഷീർ സാറിനെ എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാം. സാറിനെ അറിയപ്പെടുന്നത് സാറ് ജില്ലാ ജഡ്ജി എന്നതിനപ്പുറം സാറ് തെമിസ് എന്ന് പറയുന്ന പുസ്തകം കൊണ്ട് ഏറെ പ്രശസ്തനായ ആളാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഒരു നിയമത്തിൽ മാനുഷ്യമുഖം കാണേണ്ടതിൻ്റെ അവസ്ഥ എനിക്ക് ചില ചാപ്റ്ററുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുവഴി എനിക്ക് ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തികച്ചും അർഹമായ കരങ്ങൾ കൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നതിലും അതിന് വ്യക്തമായ ചുക്കാൻ പിടിക്കുകയും ചെയ്തത് പ്രശസ്ത സാഹിത്യകാരനായ സിദ്ധാർത്ഥൻ സാറാണ്. അദ്ദേഹത്തിന് എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. പല പ്രതിസന്ധികളും തരണം ചെയ്ത് ഇങ്ങനെ ഒരു വേദിയിൽ നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില സാമൂഹിക അവസ്ഥകളോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഈ പുസ്തകം 2 നാടകങ്ങളും എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ നാടകം മമ്മി അറ്റ് 70, രണ്ടാമത്തെ നാടകം മണുങ്ങാച്ചി എന്നാണ്. അതായത് അത് രണ്ടാമത്തതിൻ്റെ ആദ്യം പറയാം. രണ്ടാമത്തെ നാടകം എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്കറിയാം. മണുങ്ങനും മണുങ്ങാച്ചി എന്ന് പറയുന്നത് തെരുവിൽ താമസിക്കുന്ന 2 തെരുവ് പട്ടികളാണ്. അപ്പോൾ മണുങ്ങാൻ എന്ന് പറയുന്ന ഒരു ഏകാംഗം തെരുവ് പട്ടിയിലൂടെയാണ് ഈ കഥ പറയുന്നത്. നമുക്ക് കഴിഞ്ഞ കാലഘട്ടം നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, തെരുവ് പട്ടികൾക്ക് പെട്ടെന്നൊരു വിലയും ഒരു സ്റ്റാർഡമൊക്കെ വന്ന ഒരു കാലഘട്ടമാണ് കോവിഡ് കാലം. അപ്പോഴേക്കും നമ്മളെല്ലാവരും നമ്മുടെ പ്രശസ്തരും അപ്രശസ്തരുമായവരെല്ലാം പട്ടി സ്നേഹികളായിട്ട് മാറി. തെരുവ് പട്ടികൾക്ക് നമ്മൾ എന്താ പറയുക, ഫുഡെല്ലാം കൊടുത്ത് നമ്മൾ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ പ്രസിദ്ധീകരിച്ച് മീഡിയയിലൊക്കെ പബ്ലിസിറ്റി കിട്ടി. പിന്നെ കോവിഡ് നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചു കാലം കൊണ്ട് കഴിയുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഇത് നീണ്ടു നിന്നപ്പോൾ, കോവിഡിൻ്റെ അവസ്ഥ നീണ്ടു നിന്നപ്പോൾ പതിയെ തെരുവ് പട്ടിയുടെ അവസ്ഥ തെരുവ് പട്ടിയിലേക്ക് തന്നെ മാറുന്നു. അത് നമ്മുടെ നിലവിലെ ഒരു എന്താ പറയുക, സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് മണുങ്ങാച്ചി എന്ന് പറയുന്നത്. ആദ്യത്തെ നാടകം മമ്മി അറ്റ് 70. അതായത് നമ്മുടെ അമ്മമാരെ നമുക്ക് നന്നായി അറിയാം, എപ്പോഴും നമുക്ക് വാത്സല്യം തരുന്നവരാണ്. നമ്മൾ കുറേ നാൾ കഴിഞ്ഞാൽ നമുക്ക് അമ്മയിൽ നിന്നും കിട്ടാവുന്നതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭാരമായി മാറുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്, എല്ലായിടവും ഉണ്ട്. പൊതുവേ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീടുകളിലും പലപ്പോഴും അമ്മമാരോ അച്ഛന്മാരോ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കാണുന്നതാണ് ഈ ആദ്യത്തെ നാടകം. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ വേദിയിൽ ഈ സദസ്സിലേക്ക് വന്നതിനും ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യുന്നതിനും കിട്ടിയ അവസരം ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ശ്രീ സിദ്ധാർത്ഥ് സാറിനും എം ബഷീർ സാറിനും സലാം ബാബു സാറിനും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ശ്രീ മണികണ്ഠൻ അണക്കത്തിൽ എഴുതിയ ഹിമദീദി എന്ന പുസ്തകം പ്രകാശനം ആണ് വേദിയിൽ നടക്കുന്നത്. യാത്രാ പ്രതിസന്ധികൾ കാരണം എഴുത്തുകാരന് വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീ എം ബഷീർ സാർ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടതാണ്. ഏറ്റുവാങ്ങുന്നതിനായി സലാം ബാബു സാറിനെ ക്ഷണിക്കുന്നു.
ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സംവിധായകനായ ശ്രീ സലാം ബാബു സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിന് ഇങ്ങനൊരു വേദിയിൽ 3 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ പുസ്തകങ്ങളിൽ ഈ പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന കഥ ആദ്യം മുതൽ നേരത്തെ ഞാൻ അതിൻ്റെ ഒരു പുസ്തകം ഇവിടെ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വായിച്ചിരുന്നു. മറ്റ് പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനുള്ളത് പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് തന്നെയായിരിക്കും. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെയാണ് ഷീലു ജോസഫ് എന്ന എഴുത്തുകാരി അവർ എഴുത്തിൻ്റെ ഒരു വഴിയിൽ നിന്ന് എഴുത്തിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങളും അതിൽ പരാജയപ്പെടുന്നതും പിന്നീട് പുസ്തകങ്ങളുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു വലിയ എഴുത്തുകാരിയായി മാറുന്നതും ഇനി ആ യാത്ര തുടരുമെന്ന് തന്നെയാണ് പുസ്തകങ്ങളുടെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയിൽ ജീവിക്കുമ്പോഴും നാടും നാട്ടിലെ ഭാഷയും നാട്ടിലെ കഥാപരിസരങ്ങളും മറന്നില്ല എന്നുള്ളത് തന്നെയാണ് ഷീലു ജോസഫ് എന്ന എഴുത്തുകാരിയുടെ വലിയ നന്മയായിട്ട് എനിക്ക് തോന്നുന്നത്. നാട്ടുംപുറത്തിൻ്റെ കാരണം അതിൻ്റെ ടൈറ്റിൽ പോലും പോത്താനിക്കടവ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഒരു കടവിലെ അവിടുത്തെ പെണ്ണുങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് ആ കഥ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ആദ്യ കഥയിൽ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കഥയിലും സ്ത്രീകളുടെ വിഷയങ്ങൾ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതിൽ ഫസ്റ്റ് കഥ വരുന്നത് ഇതിലെ കഥകളെല്ലാം നമ്മൾ കാണുന്ന എല്ലാ കഥകളും വളരെ രസകരമായിട്ട് ആൻമേരി കഥ എഴുതുമ്പോൾ എന്ന് പറയുന്ന കഥ, അതുപോലെ അരവിന്ദാക്ഷൻ്റെ ആകാശം, തൊണ്ടിമുതലുകൾ, പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ, ഐറ എന്ന പെൺകുട്ടി, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ പ്രതിപാദിക്കുന്ന സ്ത്രീ വിഷയങ്ങൾ തന്നെയാണ്. സ്ത്രീകളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും അവർ അതിനെ തരണം ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ ഇരകളാകുന്ന കഥകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ നല്ലൊരു അടയാളപ്പെടുത്തൽ തന്നെയാണ് ഷീലു ജോസഫിൻ്റെ പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ. പിന്നെ ജയ ജോസ് രാജ് എഴുതിയ മമ്മി അറ്റ് 70, അദ്ദേഹത്തിൻ്റെ നേരത്തെ പുസ്തകങ്ങളും നേരത്തെ നാടകങ്ങളാണത്. നാടകങ്ങൾ ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല, എങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വെച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പുസ്തകം തന്നെയായിരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഹിമദീദിനി എന്ന് പറയുന്ന മണികണ്ഠൻ അണക്കത്തിൻ്റെ 3ാമത്തെ പുസ്തകം. ഈ 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഗ്രാമീണ പബ്ലിക്കേഷൻസ് പാലക്കാടാണ്. അവരുടെ മുൻകാല പുസ്തകങ്ങൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് പുസ്തകങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പല വേദികളിലും ഒരു പുസ്തകം ഇവിടെ 3 എണ്ണം മാത്രമാണ് പബ്ലിഷ് ചെയ്തത്. പലപ്പോഴും 100ഓളം പുസ്തകങ്ങൾ അവരുടെ വേദികളിൽ പ്രസിദ്ധീകരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ കൂടുതൽ വായനക്കാരില്ല. കാരണം ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് നമുക്ക് എഴുതാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയോടൊക്കെ ആക്റ്റീവ് ആയതോടുകൂടി എഴുത്ത് എന്നുള്ളത് എല്ലാവരും വെറുതെ ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിനെ മറ്റുള്ളൊരു പുസ്തകമാക്കാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് പുസ്തക രൂപത്തിലാക്കാനും ഒരു പബ്ലിക്കേഷൻസ് വേണം. അതാണ് ഗ്രാമീണ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ സിദ്ധാർത്ഥ് മാഷോടെ നിൽപ്പുണ്ട്, അതോടൊപ്പം തന്നെ പലരുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവർ ഭയപ്പെടുന്നതാണ്. എഴുത്തിനെ പൊതുവെ മറ്റ് ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നൊരു ആയുധം തന്നെയാണ് എഴുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 എഴുത്തുകാരും ഭാവിയിൽ ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ എഴുത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചവരാണ്. അവരെ ഇനി ഫാസിസ്റ്റുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെയും ഇനി ഭീഷണികൾ വരാം. അതിനെതിരെ നിങ്ങൾ എഴുത്തുകൊണ്ട് നിങ്ങൾ പോരാടുക. എല്ലാ ആശംസകളും. ഗ്രാമീണ പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശനത്തിൽ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ പേരിലും ഗ്രാമീണ പബ്ലിക്കേഷൻസിൻ്റെ പേരിലും നന്ദി.